ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചോദിക്കും എന്ന് പറഞ്ഞിട്ട് അവരെ എത്രത്തോളം നമുക്ക് അതിൽ നോളജ് ഉണ്ടെന്ന് കാണിക്കുകയാണ് ചെയ്തത്. ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ആൻസർ ആയിട്ട് പറഞ്ഞത്. അപ്പൊ അവര് അത് കേട്ടപ്പോൾ അവര് ഇത് ഇങ്ങനെ നോക്കും, എന്തുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് എടുക്കേണ്ടതെന്നാണ്. പിന്നെ അവരൊരു സെനേറിയോ ബേസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഞാനിപ്പോൾ വാർഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു പേഷ്യൻറ്റ് കോൾ ബെല്ലടിച്ചപ്പോഴത്തേക്കും നമ്മൾ ഇമ്മീഡിയറ്റ്ലി അത് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും പേഷ്യൻറ്റ് പറഞ്ഞു, അയ്യോ എനിക്ക് ഭയങ്കര ചെസ്റ്റ് പെയിൻ ആണ്, ഞാൻ എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് അവരുടെ ആ ഒരു ക്വസ്റ്റിന്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെസ്റ്റ് പെയിൻ, അപ്പോൾ ആദ്യം ഒരു കാർഡിയോളജി നഴ്സിൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഇ സി ജി എടുത്ത് നോക്കുക എന്നുള്ളതായിരിക്കും. പക്ഷെ നമ്മൾ അതിനൊരു ആൻസർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ABCDE വെച്ചിട്ട്, അതായത് നമ്മുടെ എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി, എക്സ്പോഷർ, അതായത് ആ ഒരു അസസ്മെന്റിനെ പറ്റിയിട്ടും കൂടെ നമ്മൾ പറയണം. അത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് പുറമെ നമ്മൾ ആ ഒരു അസസ്മെന്റ് കൃത്യമായ രീതിയിൽ നമ്മൾ വെർബലൈസ് ചെയ്യാൻ പറ്റണം. ഇപ്പം എന്ന് പറയുമ്പോൾ എയർവേക്ക് അല്ല അത്ര ഇമ്പോർട്ടൻസ് എങ്കിൽ പോലും നമ്മൾ ആ ഒരു ABCDE വെച്ചിട്ട് നമ്മൾ ഒരു അസസ്മെന്റ് ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങണം. അങ്ങനെ പേഷ്യന്റിനെ അസസ്മെന്റ് ചെയ്യുന്നു. ചെസ്റ്റ് പെയിൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് ECG ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു പെയിൻ സ്കോർ നമ്മൾ 10 റേറ്റ് ചെയ്യാൻ പേഷ്യന്റിനെ കൊണ്ട് പറയിക്കുന്നു. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ അവരോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെസ്റ്റ് പെയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിനെ പറ്റി ചിന്തിക്കുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്നുള്ള ഒരു പോയിന്റ് നമ്മളവിടെ പറയണം. അപ്പോൾ അവർ അത് കേട്ടപ്പോൾ അവർ ഇതിങ്ങനെ നോക്കും. അതായത് നമ്മൾക്ക് ആ ഒരു കാര്യം അറിയാമെന്നുള്ളതാണ് അവർക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെസ്റ്റ് പെയിനെ ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് അവിടെ റെലവൻ്റ് എന്നുള്ളത് ഞാൻ അവരോട് ചോദിക്കും, പേഷ്യനോട് ചോദിക്കും എന്ന് പറയുക. പിന്നെ നമ്മുടെ ആ ഒരു അസസ്മെന്റിനെ പറ്റി പറയുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അടുത്തത് എന്ന് പറഞ്ഞിട്ട് പറയുക, 12 ലീഡ് ECG ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫുൾ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് നമ്മൾ പേഷ്യൻറ്റിൽ എടുക്കും. അപ്പോൾ ഒബ്വിയസ്ലി കാർഡിയോളജി വാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിന് ECG റീഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു ECG എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ നമ്മൾ GTN ഒക്കെ ട്രൈ ചെയ്യും, ആ പോയിന്റ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുക തന്നെ ചെയ്യണം. നമുക്ക് എന്തൊക്കെ അതിലേക്ക് റിലേറ്റ് ചെയ്ത് നമുക്ക് കൂട്ടിക്കൊണ്ട് വരാവോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നമ്മുടെ എസ്കലേഷൻ ലെവലിലേക്ക് പോയി ഡോക്ടേഴ്സ് ഒന്ന് ഡയഗ്നോസിസ് ആക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ആ സിറ്റുവേഷൻ നന്നായിട്ട് മാനേജ് ചെയ്യുന്നത്. നമുക്ക് അതിനെപ്പറ്റി എന്തൊക്കെ കാര്യങ്ങൾ അറിയാവോ അതെല്ലാം നമ്മൾ ആ ഒരു ആൻസറിലേക്ക് എത്തിച്ചിട്ടാണ് ആ ഒരു ആൻസർ പറഞ്ഞത്. പിന്നെ അവരടുത്തതായിട്ടുള്ളൊരു ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈ വി ഷുഡ് ഹയർ യു, എന്തുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് എടുക്കേണ്ടതെന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെപ്പറ്റി വിചാരിക്കണം, ഞാൻ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കാർഡിയാക് നേഴ്സാണ്. നല്ല രീതിയിലുള്ളൊരു ഇയർ ഓഫ് എക്സ്പീരിയൻസ് എനിക്ക് കാർഡിയോളജിയിൽ തന്നെയുണ്ട്. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എനിക്കത് ഫേസ് ചെയ്യാൻ പറ്റും, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരാളാണ്, കാത്ത് ലാബിലും വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ എനിക്ക് പറയായിരുന്നു പ്രീ പ്രൊസീജിയർ കെയർ, എനിക്ക് കാത്ത് ലാബിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയാം. അതുപോലെ തന്നെ പോസ്റ്റ് പ്രൊസീജിയർ കെയർ. അപ്പോൾ ഈ ഒരു 3 സിറ്റുവേഷൻസ് എനിക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം. എനിക്കിവിടെ വന്നതിന് ശേഷം എക്സലൻസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തവണ ഇവിടുത്തെ UK ഹോസ്പിറ്റലിലെ ആ ഒരു ഇൻ്റർനാഷണൽ ബേസ് ആയിട്ടുള്ള ഒരു ബേസി അവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഇവിടെ ഉണ്ട്. അത് 2 തവണ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹീറോ ഓഫ് ദ മന്തിൽ ഞാൻ വന്നിട്ടുണ്ട്. നമ്മുടെ പോസിറ്റീവ്സ് പറയുക, ഞാൻ ക്വിക്ക് ലേണറാണ്, ഇപ്പോഴും ഞാൻ ലേണിംഗ് ഫ്രം മിസ്റ്റേക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയുക. അപ്പോൾ ഇതൊക്കെ ഞാൻ അവരോട് പറഞ്ഞില്ലെങ്കിൽ അവരറിയത്തില്ല. അപ്പോൾ നമ്മളെ എന്തുകൊണ്ട് ഹയർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ അപ്പം അങ്ങനെയെല്ലാം നമ്മൾ പറയുന്നൊരു വഴിയായിട്ട് അവർക്ക് മനസ്സിലാവും നമ്മളൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു നേഴ്സാണ്. ഈ നേഴ്സിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ വാർഡിൽ നന്നായിരിക്കും. അങ്ങനെ നമുക്ക് അവരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അതിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് അതിലൊരു കാര്യം. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നീ ഫേസ് ചെയ്തത്. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ മൈൻഡിലേക്ക് വന്നെങ്കിലും പെട്ടെന്ന് എന്ത് പറയണമെന്ന് എനിക്ക് വന്നില്ല. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ആൻസറായിട്ട് പറഞ്ഞത്. അതായത് ഞാനിവിടെ പ്രൈമറി ലൈന്, അതായത് ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യൻസിൻ്റെ ECG അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോൺ ഇവിടെ ഉണ്ട്. ആ ഫോണിലേക്ക് ഒരു കോള് വന്നു. അപ്പോൾ ഞാൻ ആ കോൾ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഞാൻ വന്ന് ഒത്തിരി നാളിലായിരുന്നില്ല ഇത് നടന്നത്. ECG നോക്കിയപ്പോൾ നല്ല ക്രൈറ്റീരിയ ആ ഒരു പേഷ്യൻറ്റിനെ കാത്ത് ലാബിലേക്ക് വിടുന്നതിന് മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈം 12 അവേഴ്സിനുള്ളിലായിരുന്നില്ല, 13 അവേഴ്സിനുള്ളിലായിരുന്നു. എങ്കിൽ പോലും ഞാൻ ആ പേഷ്യൻറ്റ് കാത്ത് ലാബിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആക്ടിവേറ്റ് ചെയ്തു. പിന്നീട് അതിൻ്റെ പേരിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു. പക്ഷേ ഒറിജിനലായിട്ട് ആ പേഷ്യൻറ്റ് കാത്ത് ലാബിൽ വിടേണ്ടതായിരുന്നു. അവിടെ പോയി പേഷ്യൻറ്റിനെ സേവ് ചെയ്തു. എങ്കിൽ പോലും ആ ഒരു ക്രൈറ്റീരിയ മീറ്റിൻ്റെ സമയത്ത് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്തില്ല എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു അനുഭവത്തിൽ നിന്ന് പഠിച്ചു. എങ്കിലും ഞാൻ ചെയ്തത് കാരണം ഒരാളുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ പോളിസീസ് അത്ര അങ്ങ് എനിക്ക് പാലിക്കാൻ പറ്റാതിരുന്നത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ബാക്കിയുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ. പക്ഷേ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു അറ്റ് ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനത് കൺക്ലൂഡ് ചെയ്തു. പക്ഷേ അത് നടന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല.
പിന്നെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആൻജിയോഗ്രാം കഴിഞ്ഞ് പേഷ്യനെ വാർഡിൽ റിസീവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കെയർ. ഓൾറെഡി ഞങ്ങൾക്ക് ഇവിടെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ വൂണ്ട് ഒബ്സർവേഷൻ എങ്ങനെയാണ്, അവരുടെ ന്യൂട്രീഷൻ കാര്യങ്ങൾ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, എക്സ്പ്ലനേഷൻസ് ഒക്കെ ഇനഫായിട്ട് കൊടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ECG എടുത്തിട്ട് നോക്കുക, വരുന്ന പോസിബിൾ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതിനൊരു ആൻസർ കൊടുത്തത്. കാർഡിയോളജിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ECG എന്ന് പറയുന്നത്. അപ്പോൾ കാർഡിയാക് ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തറവായിട്ട് ECG ഒന്ന് നോക്കുക. അപ്പോൾ അതിനുശേഷം അവരിങ്ങനെ അവിടെ ഇരുന്നിട്ട് കുറേ പേജസ് ഇങ്ങനെ കാണിച്ചു. ECG ആയിരുന്നു അതിൻ്റെ റിതം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 8 ECG എടുത്ത് അവർ കാണിച്ചു. അതിൽ ഏറ്റവും ഒന്നാമത് നോർമൽ ആയിട്ടുള്ള സൈനസ് റിതം കാണിച്ചു. അതിനുശേഷം ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഏട്രിയൽ ഫ്ലട്ടർ ഉണ്ടായിരുന്നു, ഏട്രിയൽ ഫിബ്രിലേഷൻ ഉണ്ടായിരുന്നു, അതുപോലെ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഉണ്ടായിരുന്നു, VT ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 12 ECG കാണിച്ചു. അതൊരു മയോകാർഡിയൽ ഇൻഫാക്ഷൻ്റെ ECG ആയിരുന്നു. ഈ ECG അവർ കാണിച്ചിട്ട് ECG എന്താണെന്ന് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ECG എന്താണെന്ന് എനിക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റി, കാരണം ഞാൻ ECG നന്നായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നു. അതുകൊണ്ട് ECG എല്ലാം ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ആ ഒരു 12 ECG കാണിച്ചപ്പോൾ അതിലെന്താണെന്ന് മാത്രം നമുക്ക് പറയുന്നതിന് പകരം ഞാൻ അതിൽ ഏത് തരത്തിലുള്ള മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ്, ആ പേഷ്യൻ്റ് കാത്ത് ലാബിൽ പോയാൽ ഏത് ബ്ലഡ് വെസലാണ് അതിൽ അഫക്റ്റ് ആയിരിക്കുന്നത് എന്ന് വരെ ഞാൻ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു. അവരെ എത്രത്തോളം നമുക്കതിൽ നോളജ് ഉണ്ടെന്ന് കാണിക്കുകയാണ് ചെയ്തത്. കാരണം അതിൽ ഒരു മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ് ജസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ നമുക്കത് ആൻസർ ഓക്കെയാണ്, പക്ഷെ അതിനപ്പുറം നമുക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെ അറിയാമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അത് തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ മാക്സിമം ആ ഒരു കാര്യം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ജനറൽ ആയിട്ടുള്ള ഒരു 1-2 ക്വസ്റ്റ്യനാണ് അവർ അവസാനമായിട്ട് ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. അതിന് ജെന്യൂൻ ആയിട്ടുള്ള ഒരു മറുപടി തന്നെ ഞാൻ പറഞ്ഞത്. എനിക്ക് ക്ലൈമറ്റ് ഇവിടെ ഇഷ്യൂ ആണ്, അതുകൊണ്ട് ക്ലൈമറ്റ് വൈസ് നോക്കുമ്പോൾ ഓസ്ട്രേലിയയിലാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. കാരണം ഇന്ത്യയിലെ വെച്ച് നോക്കുമ്പോൾ ക്വൈറ്റ് സിമിലർ ഒക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്നത്. അതിനുശേഷം എനിക്ക് ഓൾറെഡി PR കിട്ടി, ഞാൻ അവിടെ സെറ്റിൽ ആകാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ആൻസർ പറഞ്ഞ് ഞാനത് വൈൻഡപ്പ് ചെയ്തു. പിന്നെ അവർ ചോദിച്ചു അവരിൽ നിന്നുള്ള എൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ നല്ലൊരു സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെർലി പുതിയതൊരു സ്ഥലമാണ്, അപ്പോൾ പുതിയൊരു രാജ്യത്തേക്കൊക്കെ മൂവ് ചെയ്യുമ്പം എനിക്ക് എന്താണെങ്കിലും ഇനീഷ്യലി ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യും, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ എല്ലാം സെയിം ആയിരിക്കണം എന്നില്ല, എനിക്ക് അതുപോലെ ടീച്ചിങ് ഒക്കെ തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസിനുണ്ടെങ്കിൽ വേണ്ടി വരുമ്പോൾ അവിടെ സപ്പോർട്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവരോട് പറഞ്ഞത്. അവരതെല്ലാം ഓക്കെയാണ്, അങ്ങനെയൊക്കെയാണ് അവിടെ എന്ന രീതിയിൽ തന്നെ അവരോട് റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞു. ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അതിനുശേഷം എന്നോട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മെയ് 15 എനിക്ക് ജോയിനിങ് ഡേറ്റ് പറ്റുക, അത് ഓക്കെ അല്ലേ ഞാൻ അവരോട് ചോദിച്ചു. അതുപോലെ അത് ഓക്കെ ആണെന്ന് അവർ നേരെ മറുപടി പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് എപ്പോൾ എനിക്ക് അറിയാൻ പറ്റുകയെന്ന് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു ഞാൻ ഏജൻസി വഴി അപ്ലൈ ചെയ്തു. അപ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവർ റിസൾട്ട് പറയുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഒരു 1 വീക്കിനുള്ളിലായിരിക്കും അറിയാൻ പറ്റുക എന്ന് പറഞ്ഞു. പക്ഷേ 1 hour കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മെയിൽ വന്നായിരുന്നു സക്സീഡായി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കാർഡിയോളജിയുടെ ആ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ്. ഇപ്പോൾ എല്ലാവരും ഇൻ്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള നേഴ്സിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും അവർ ചോദിക്കും. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ പ്രിപ്പയർ ആകുക. അപ്പോൾ ഇൻ്റർവ്യൂ പ്രിപ്പയർ ആകുന്ന എല്ലാവർക്കും എൻ്റെ വക ഒരു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങളുടെ നേഴ്സിംഗ് സുഹൃത്തുക്കളിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.